നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നൊരു എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കിയാലോ? വളരെ കുറഞ്ഞ ചിലവിൽ ഒരു ക്വാളിറ്റിയുള്ള എക്സ്റ്റൻഷൻ ബോക്സ്. നമുക്കറിയാം, നമുക്ക് ലോക്കൽ ഷോപ്പുകളിലോ അല്ലെങ്കിൽ ചൈനീസ് ഷോപ്പുകൾ, ഈ ഫാൻസി ഷോപ്പുകളിലും ഒക്കെ, ഇലക്ട്രിക്കൽ ഷോപ്പുകളിലൊക്കെ നമുക്ക് ഒരു 150 രൂപ മുതൽ 100 രൂപ മുതൽ മുകളിലോട്ട് 150 രൂപ റേഞ്ചിൽ നമുക്ക് എക്സ്റ്റൻഷൻ ബോർഡുകൾ വാങ്ങിക്കാൻ കിട്ടും, 200 രൂപ റേഞ്ചിലൊക്കെ ആയിട്ട്. പക്ഷേ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചാൽ അതെല്ലാം മോൾഡഡ് ടൈപ്പാണ്. നമുക്ക് അതിനകത്തൊരു സോക്കറ്റ് കംപ്ലയിൻറ്റ് വന്നാലോ ഒക്കെ നമുക്കത് ഉപേക്ഷിക്കാനേ വരുള്ളൂ, നമുക്കത് റിപ്പയറിങ് പോസിബിൾ അല്ല. അതേസമയം നമ്മൾ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാരണവശാൽ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് കംപ്ലയിൻ്റ് ആയിട്ട് നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെറുതെ 10-200 രൂപ കൊടുത്ത് ഒരു മോൾഡഡ് സാധനം മേടിച്ച് അത് കംപ്ലയിൻ്റ് ആയി അത് ഫുള്ളായിട്ട് ഉപേക്ഷിക്കുന്നതിന് പകരം ഇങ്ങനൊരു സംഭവം മേടിക്കണമെങ്കിൽ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്ത് നമുക്ക് ഉണ്ടാക്കി നമുക്ക് പ്രാക്ടീസും ആവും, നമുക്ക് പിന്നീട് ഉണ്ടാക്കണ ഉപയോഗവും ആവും. അതുമാത്രമല്ല, എൻവയോൺമെൻറ്റും നല്ലതാണ്. ഈ പ്ലാസ്റ്റിക് ഒരുപാട് വേസ്റ്റായി കളയണ്ടല്ലോ. അതുമാത്രമല്ല, ഈ വാങ്ങിക്കുന്ന എക്സ്റ്റൻഷൻ ബോർഡുകളുടെയൊക്കെ വയറിങ് തീരെ ക്വാളിറ്റി കുറഞ്ഞാണ്. 100 രൂപയ്ക്കൊക്കെ അത് വിൽക്കണമെങ്കിൽ അതിലുപയോഗിക്കുന്ന കമ്പോണൻസിൻ്റെ ക്വാളിറ്റി അതനുസരിച്ച് കാണുള്ളൂ. വയറിങ്ങിന് പ്രത്യേകിച്ച് കൂടുതലും ഈ ചൈനയിൽ നിന്നൊക്കെ വരുന്ന എക്സ്റ്റൻഷൻ ബോർഡുകളുടെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുപയോഗിക്കുന്ന വയർ കോപ്പർ വയർ പോലും അല്ല, അലൂമിനിയം ആണ്. കോപ്പർ കോട്ടർ അലൂമിനിയം വയറാണ്. നമുക്ക് പിടിച്ച് കഴിഞ്ഞാൽ വയറെ പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രിങ് പോലെ ഇരിക്കും. ഒറിജിനൽ കോപ്പർ വയർ ആണെങ്കിൽ ഒറിജിനൽ കോപ്പർ വയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇൻസുലേഷൻ കളഞ്ഞിട്ട് നമ്മൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോപ്പറിങ് നമ്മൾ എങ്ങനെ വളയ്ക്കുന്ന രീതിയിൽ തന്നെ ഇരിക്കും. സോൾഡർ ചെയ്യാനാണെങ്കിലും പറ്റും. പക്ഷേ ഈ ചൈനയിൽ നിന്ന് വരുന്ന എക്സ്റ്റൻഷൻ ബോർഡുകളിലൊക്കെ വയറിങ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ബ്ലേഡ് കൊണ്ടോ വല്ല എക്സ്റ്റൻഷൻ കളഞ്ഞിട്ട് നമ്മളൊന്ന് പിരിക്കുമല്ലോ. അങ്ങനെ പിരിക്കുമ്പോഴല്ലോ, പിരിച്ച് കൈ വിടുമ്പോൾ തിരിഞ്ഞ് അത് പഴയ പോലെ തന്നെ വരും. അത് അലൂമിനിയം വയറുകളാണ്. അലൂമിനിയം അതൊരു ബ്ലേഡ് കൊണ്ട് നിങ്ങൾ പയ്യൊന്ന് ചിരണ്ടി നോക്കിയാൽ കോപ്പർ കോട്ടിങ് പൊളിഞ്ഞു പോകും. അതൊക്കെ വളരെ നമുക്കൊരു അലൂമിനിയം കമ്പികൾക്ക് റെസിസ്റ്റൻസ് കൂടുതലാണ്, വളരെയധികം ലോസുകളുണ്ടാകും. അതുപോലെ നിങ്ങൾ ഇച്ചിരി ഹെവി ആയിട്ടുള്ള ലോഡ് കണക്ട് ചെയ്യണം, ഹെയർ ഡ്രയറോ അതുപോലെ എന്തെങ്കിലും കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വയർ ആദ്യം മെൽറ്റ് ആവും. അപ്പം ഇങ്ങനൊരു എക്സ്റ്റൻഷൻ ബോർഡ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാവുകയും ചെയ്യാം, നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു 200 രൂപ 250 രൂപ ചിലവ് വരും. ഇതിൻ്റെ ചിലവ് വരുന്ന ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ ഉപയോഗിക്കുന്ന വയറാണ്. ഈ വയറിന് എക്സ്റ്റൻഷൻ നിങ്ങൾ എത്ര നീളത്തിലാണ് വേണ്ടത്, ആ വയറിൻ്റെ നീളത്തിനനുസരിച്ച് വില വ്യത്യാസം വരും. അതുപോലെ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരുന്നത് ഒരു 3-പിൻ പ്ലഗ്ഗാണ്. പക്ഷേ അത് 2 കോർ വയറാണിത്. 2 കോർ വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രലും ഫേസും മാത്രമേ ഉണ്ടാവുള്ളൂ, എർത്ത് വയർ ഉണ്ടാവില്ല. എർത്ത് വയറുള്ളത് 3 കോർ വയർ എന്ന് പറയും. 3 കോർ വയറിന് വില കൂടുതലാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഇത്രയും ടൂൾസ് മതി നിങ്ങളുടെ കയ്യിൽ. ഒരു ബ്ലേഡ് വേണം, ഒരു ഇൻസുലേഷൻ കളയാനായിട്ട്, ഒരു സ്ക്രൂ ഡ്രൈവർ, പിന്നെ വയർ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ബ്ലേഡ് ഒന്ന് മുറിച്ചുകൊണ്ട് കട്ടും, അല്ലെങ്കിൽ ഒരു കട്ടിംഗ് പ്ലെയർ നമ്മൾ വയർ മുറിക്കാനൊക്കെ ആയിട്ട്. ഈ സ്ക്രൂ എന്ന് പറയുന്നത് ഈ ബോക്സ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ വരുന്നതാണ്. ഈ എല്ലാ സാധനവും വാങ്ങിക്കുമ്പോഴും അത് കണക്ട് ചെയ്യാനുള്ള സ്ക്രൂ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടും. ഈ സ്വിച്ച് മേടിക്കുമ്പം, ഈ സോക്കറ്റ് മേടിക്കുമ്പോൾ കിട്ടും സ്വിച്ച്, എല്ലാത്തിൻ്റെയും കൂടെ അതിന് സ്ക്രൂ ഉണ്ട്. ഈ പ്ലാസ്റ്റിക് സോക്കറ്റിന് ഏകദേശം ഒരു 45 രൂപ വില വന്നിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് സോക്കറ്റല്ല, ഈ പ്ലാസ്റ്റിക് ഹൗസിങ്ങിന്. അപ്പോൾ ഇവിടെ എനിക്കിവിടെ വാങ്ങിക്കേണ്ടി വന്നത് ഈ ഹൗസിങ് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് 4 കമ്പനിയുടെയാണ്. ഇത് ആൻകറാണ്, ഇത് RECO അങ്ങനെ കമ്പനിയുടെയാണ്. ഇത് ആൻകറിൻ്റെയാണ്, പഴയ മോഡൽ സ്വിച്ചാണ്. ഇത് ഗോൾഡ് മെഡലോ അങ്ങനെ ഗോൾഡ് എന്തോ ഒരു കമ്പനിയാണിത്. അപ്പോൾ പലപ്പോഴായിട്ട് ഞാൻ വാങ്ങിച്ച് എൻ്റെ കയ്യിൽ ഇരുന്ന സാധനം ഞാൻ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ ഒരേപോലെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്വിച്ചുകൾ മറ്റും വാങ്ങിക്കാം. ഏകദേശം 35 രൂപയോളം ഒരു സോക്കറ്റിന് വില വരും. ഒരു 30 രൂപയോളം ക്വാളിറ്റിയുള്ള സ്വിച്ചിന് വില വരുന്നുണ്ട്. 25 രൂപയോളം ഇൻഡിക്കേറ്ററിന് വില വരും. ഇതിന് ഏകദേശം 45 രൂപയോളം. പിന്നെ വയറിങ്. അപ്പം ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ജസ്റ്റ് എനിക്കൊരു 2-പിന്നിൻ്റെ ആവശ്യം വരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തത്. പക്ഷേ ഞാൻ 3-പിന്നാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓൾറെഡി വയറിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പക്ഷേ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെ ചെയ്തെന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ 2 കോർ വയർ എന്ന് പറയുന്നത്. 2 കോർ വയർ ആണെങ്കിൽ അതിനുള്ളിൽ ന്യൂട്രലും ഫേസും മാത്രമേ കണക്ഷൻ ഉണ്ടാവുള്ളൂ, എർത്ത് കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി, ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 3-പിൻ പ്ലഗ്ഗാണ്. കാരണം നിലവിൽ എനിക്ക് 2-പിന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്ന ചെറിയ 1-2 സാധനം മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ, 3-പിന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും 3-പിൻ വേണമെന്നുണ്ടെങ്കിൽ 3-പിന്നിലേക്ക് മാറ്റാനുള്ള പ്രൊവിഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു എർത്ത് വയർ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വയറിങ് വരുന്നത് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്ലഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഈ സൈഡിൽ നിന്ന് ഇതിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്ലഗിൻ്റെ വയറിങ്ങാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ബ്രിട്ടീഷ് ടൈപ്പ് പ്ലഗ്ഗാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് ടൈപ്പാണ് നിങ്ങൾക്ക് 2-പിൻ വേണം 2-പിൻ ഉപയോഗിക്കാം. നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് 3-പിൻ ഈ ടൈപ്പ് ഇത് വേണം, ഇത് ഉപയോഗിക്കാം. ഏത് ടൈപ്പ് അത് നിങ്ങളുടെ ഉപയോഗം ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്
നിലവിൽ എനിക്ക് ഈ രണ്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ലൈന്, ന്യൂട്രൽ. അത് നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് പ്ലഗ് ആണെങ്കിൽ ഈ ടൈപ്പ് പ്ലഗ് ആണെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ലൈന്, ന്യൂട്രൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് എർത്ത്, ഇതാണെങ്കിലും എർത്താണ്. അപ്പോൾ ഞാൻ നിലവിൽ എർത്ത് കണക്ഷൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നിലവിൽ ലൈന്, ന്യൂട്രൽ, അതായത് ഇതിന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനുള്ളൊരു സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂവിൽ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നു. ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് സോക്കറ്റ്. ഇതൊരു ഹൈ ക്വാളിറ്റി സോക്കറ്റാണ്, അത് ഫ്യൂസോട് കൂടിയ സോക്കറ്റാണിത്. അപ്പോൾ ന്യൂട്രലും ലൈനും നമ്മൾ ഇതിനനുസരിച്ച്, ഇവിടെ ന്യൂട്രൽ വരാണ്, ഇത് ലൈനാണ്. അപ്പോൾ ഇതിനനുസരിച്ച് ഞാനിതിവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ലൈനും ന്യൂട്രലും ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്യൂസ് ഇതിനൊക്കെ ഈ സോക്കറ്റിൻ്റെ കൂടെ ഫ്യൂസ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ സാധാരണ രീതിയിലുള്ള കണക്റ്റാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ലൈനിൽ ഇത് ന്യൂട്രലിലും ബ്ലൂ കണക്ട് ചെയ്തു, ഇത് ഈ റെഡ് വയർ ഇവിടെയും കണക്ട് ചെയ്തു. അപ്പം ഇതിൻ്റെ കണക്ഷൻ ഇത്രേ ഉള്ളൂ. എർത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എർത്ത് വയർ നിങ്ങൾ യൂസ് ചെയ്യുക. 2 കോർ വയറിനുള്ളിൽ 2 വയറേ ഉണ്ടാവുള്ളൂ. 3 കോർ വയർ ആണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ 3 വയർ 3 കോർ വയറിനുള്ളിൽ വരും. ഒരു ചുമപ്പ്, കറുപ്പ്, പച്ച നിങ്ങൾ എർത്തിൽ കണക്ട് ചെയ്യുക, ചുവപ്പ് ലൈനിൽ കണക്ട് ചെയ്യുക, എല്ലാം എഴുതിയിരിക്കുന്നിടത്ത് ചുവപ്പ് വയർ കണക്ട് ചെയ്യുക, ന്യൂട്രലിൽ കറുപ്പ് കണക്ട് ചെയ്യുക. അപ്പം ഇതനുസരിച്ച് ഇവിടേക്ക് വന്നപ്പം അതുപോലെ തന്നെയാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ എർത്ത് വയറും കൂടെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതൊരു 3 പിൻ വയർ ആയിരുന്നു, 3 കോർ വയർ ആയിരുന്നെങ്കിൽ പച്ച വയർ ഞാൻ ഇങ്ങോട്ട് കണക്ട് ചെയ്തേനെ ഇവിടെ. അപ്പം ഈ വയർ എന്ന് പറയുന്നത്, ഈ വയർ ഇത് തമ്മിലുള്ള കോമൺ കണക്ഷനാണ്. ഇത് എർത്താണ്. ഇതിലെല്ലാം മാർക്ക് ചെയ്ത്, നമ്മൾ ഏത് സോക്കറ്റാണെങ്കിലും അതെല്ലാം മാർക്കിംഗ് ഉണ്ടായിരിക്കും. ന്യൂട്രൽ, ലൈന്, എർത്ത്. ഇതാണെങ്കിലും ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാം, ഇവിടെ N എഴുതിയിട്ടുണ്ട്, ഇവിടെ L എഴുതിയിട്ടുണ്ട്, ഇവിടെ എർത്തിൻ്റെ സിമ്പിളുണ്ട്. അപ്പം എർത്ത് വയർ ഞാൻ കോമൺ ചെയ്തിരിക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന 3 കോർ വയർ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ആ പച്ച വയർ ഉണ്ടല്ലോ, 3 കോർ വയറിൻ്റെ പച്ച വയർ, അത് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. ഒരു വയർ കോമൺ ആയിട്ട് ഇവിടെ നിങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇനി ഇവിടെ ഞാൻ ന്യൂട്രലിൽ നീലയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഫേസിൽ ഈ ചുവപ്പാണ് ബ്രൗൺ കളർ. അപ്പം ഫേസ് ഇതൊരു 2 വേ സ്വിച്ചാണ്. ഇതെൻ്റെ കയ്യിൽ പഴയ സ്വിച്ച് ഇരുന്നതാണ്. ഇതൊരു 2 വേ സ്വിച്ചാണ്. അതുകൊണ്ടാണ് ഇതിന് 3 കണക്ഷൻസ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ പുതിയ സ്വിച്ച് വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 2 വേ ആയിരിക്കണമെന്നില്ല, നോർമൽ സ്വിച്ച് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 കണക്ഷൻസേ കാണുകയുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 വേ ആണെന്നുണ്ടെങ്കിലും സിംഗിൾ വേ ആണെന്നുണ്ടെങ്കിലും ഇൻപുട്ട് വരുന്നത് നമ്മൾ ആദ്യം സ്വിച്ചിൻ്റെ സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ 2 വേ സ്വിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണം ഓപ്പറേറ്റ് ചെയ്യാം, മറ്റേത് ഒരു രീതിയിൽ മാത്രമേ വർക്കാവുള്ളൂ. അപ്പം ഈ സ്വിച്ചിലാണ് നമ്മൾ ആദ്യത്തെ ഇൻപുട്ട് വരുന്നത്, ഫേസിൻ്റെ ഇൻപുട്ട് ലൈൻ വരുന്നത്. ഇനി അതിൽ നിന്ന് വന്നിട്ട് ഇതാണ് ഈ സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കണക്ഷൻ. അത് ഞാൻ ഒരു വയർ, ഈ വയർ ഉപയോഗിച്ച് ഇതിൻ്റെ ലൈൻ എന്ന് എഴുതിയിരിക്കുന്ന കണക്ഷനിലേക്ക് കണക്ട് ചെയ്തു. ഇത് ഒരു ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്ററിന് ലൈനോ ന്യൂട്രലോ എങ്ങനെ വേണേൽ കൊടുക്കാം, തിരിച്ചോ മറിച്ചോ കൊടുക്കാം, അതിന് പ്രശ്നമില്ല. അപ്പം ഈ ലൈൻ കണക്ഷൻ ഈ മഞ്ഞ വയർ വഴി ഇവിടെ വന്നു. അവിടുന്ന് ഞാനൊരു എക്സ്ട്രാ കണക്ഷൻ എടുത്ത് ഈ ഇൻഡിക്കേറ്ററിൻ്റെ മുകളിലേക്ക് കൊടുത്തു. ഇവിടെ തന്നെ കൊടുക്കണമെന്നില്ല, ഇവിടെയോ കൊടുക്കാം. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് തന്നെ ഒരു എക്സ്ട്രാ വയർ കണക്ട് ചെയ്ത് ഇവിടെയും കണക്ട് ചെയ്തു. കാരണം ഈ ലൈൻ അല്ലെങ്കിൽ ഫേസ് ആണ് നമ്മൾ സ്വിച്ച് വഴി കൺട്രോൾ ചെയ്യുന്നത്. ന്യൂട്രൽ നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുക ചെയ്തത്. ഈ വരുന്ന നീല വയർ, ഇവിടെ നീല വയറാണ് ഞാൻ ന്യൂട്രലിൽ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ നീല വയർ ഞാൻ ഡയറക്റ്റ്ലി ഒരു സോക്കറ്റിൻ്റെ N എഴുതിയിരിക്കുന്ന കണക്ഷൻ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തു. അവിടുന്ന് ഈ മഞ്ഞ വയർ വഴി ഈ ഇൻഡിക്കേറ്ററിൻ്റെ രണ്ടാമത്തെ പിന്നിലേക്ക് കൊടുത്തു. ഇൻഡിക്കേറ്ററിന് ന്യൂട്രലിനും ഫേസും ഞാൻ പറഞ്ഞുള്ളത് എങ്ങനെ വേണേൽ നമുക്ക് കണക്ട് ചെയ്യാം. അത് ജസ്റ്റ് ഒരു ബൾബ് മാത്രമാണ് ഉള്ളിൽ. അപ്പം ന്യൂട്രൽ പോയിൻറ്റിൽ തന്നെ ഒരു എക്സ്ട്രാ വയറിങ് എടുത്ത് ഇതിൻ്റെ ന്യൂട്രൽ എന്ന പോയിൻറ്റിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ വയറിങ്. വളരെ സിമ്പിളായിട്ടുള്ള വയറിങ്ങാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാൻ മാക്സിമം ഒരു അരമണിക്കൂർ സമയം പോലും വേണ്ടി വരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് കേട്ടോ. ഇച്ചിരി സ്പീഡായിട്ട് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് വയറിങ് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പം ഈ രീതിയിൽ ഇത് കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രൂസ് എല്ലാം പിടിപ്പിക്കുന്നതായിരുന്നു നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. പിന്നെ ഈ ബോക്സിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബോക്സുകൾ വരുമ്പോൾ സിംഗിൾ പീസ് സ്വിച്ചിൻ്റെ വലുപ്പത്തിലാണ് എല്ലാ ഹോളുകളും ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് മുറിച്ച പോലെ തോന്നുന്നില്ലേ, കട്ട് ചെയ്ത പോലെ. ഇത് കണ്ടോ, ഇത് താഴെയാണെങ്കിലും ഉണ്ട്, ഇതിൻ്റെ ആണെങ്കിലും ഒരു മുറിച്ച പോലെ കണ്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് സോക്കറ്റുകൾ വാങ്ങിക്കുമ്പം 4 പോയിൻറ്റിലും ഈ സിംഗിൾ പീസ് സ്വിച്ച് കണക്ട് ചെയ്യുന്ന വലുപ്പത്തിലാണ് വരിക. ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് ഇവിടെയും ഉണ്ടാകും.
ഒരു പ്ലെയർ വെച്ചൊന്ന് വളച്ച് കഴിഞ്ഞിട്ട് ഒടിഞ്ഞു പോരും. അങ്ങനെ ഒടിച്ചു കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വലിയ സോക്കറ്റ് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനിയൊന്നുമില്ല, കാരണം കണക്ഷൻസ് എല്ലാം ഇത്രയും സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഡയറക്റ്റ്ലി ഇത് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ടെമ്പററി ആയിട്ട് ഞാനിത് കണക്ട് ചെയ്യാണ്. ബോക്സിലേക്ക് ടെമ്പററി ആണ്, ഞാനിത് പെർമനൻ്റ് ആക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഇത് ഞാനൊരു ഡെമോയ്ക്ക് വേണ്ടി മാത്രം സെറ്റപ്പ് ചെയ്ത പ്ലഗ്ഗാണിത്. ഇത് മാറ്റിയിട്ട് നമ്മുടെ നോർമൽ പ്ലഗ്, ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്ന പ്ലഗ്ഗായിരുന്നു ഇത്. പക്ഷേ ഇത് ഒടിഞ്ഞു പോയത് മാത്രമല്ല, ഇത് ചെറിയ പ്രശ്നമുണ്ടായി. ഇത് മാറ്റണം. അപ്പം നമുക്കിത് വെച്ചൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം കണ്ടല്ലോ, വേറെ ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല, അതുപോലെ തന്നെയാണ്. അപ്പം നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. ഇത് കട്ടിംഗ് പ്ലെയർ ഞാൻ കാണിച്ചാൽ ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടി കാണിച്ചോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു സ്ക്രൂ ഡ്രൈവർ, കുറച്ച് വയർ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിനുള്ളിൽ ഞാൻ എല്ലാ കണക്ഷനും ഒരേ നിറത്തിലുള്ള വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ കളർ വയറേ ഉണ്ടായിരുന്നുള്ളൂ നിലവിൽ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണക്ട് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ മറ്റും കളറുള്ള വയറുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. സാധാരണ ഇതിൽ ഫോളോ ചെയ്യുന്നത് ബ്ലാക്ക്, റെഡ്, ഗ്രീൻ എന്നുള്ള സ്റ്റാൻഡേർഡാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പം ഒരു സ്ക്രൂ ഡ്രൈവർ, ഒരു കട്ടിംഗ് പ്ലെയർ, ഒരു കത്തി, കുറച്ച് വയർ, ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇത് അസംബിൾ. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാനിതൊന്ന് പ്ലഗ് പോയിൻ്റ് ഒന്ന് കണക്ട് ചെയ്യാണ്. ഇവിടെ ഓണായിട്ടുണ്ട്. ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ഇത്ര എളുപ്പമാണ് ഒരു എക്സ്റ്റൻഷൻ ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയോ അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയോ നമുക്ക് കണക്ട് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊരു എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട കാര്യമില്ല. വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ.